ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്നത്തെ വീഡിയോ വന്നിട്ട് പെരുന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്തൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ തലേന്ന് നമ്മൾ പെരുന്നാളത്തേക്കുള്ള കുറേ ഒരുക്കങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഒരു 4:45 ഇപ്പോൾ എണീറ്റിട്ട് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ കട്ടൻ ചായ ഉണ്ടാക്കി വെച്ചു. പിന്നെ ഫ്രിഡ്ജിലുള്ള കട്ട് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ നമ്മൾ തലേന്ന് തന്നെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, കട്ട് ചെയ്തിട്ടില്ലേ. അങ്ങനെ ഇതാ കട്ടിംഗ് ബോർഡിലിട്ട് കുറേയൊക്കെ കട്ട് ചെയ്ത് പിന്നെ നമ്മൾ വിരലർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആദ്യം തന്നെ ഇതാ ഓയിലൊന്ന് ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ അതേപോലെ ഉള്ളി, ക്യാരറ്റ് ഇതൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ അതിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് നെയ്ച്ചോറും അതുപോലെ ചിക്കൻ കടായിയാണ് കേട്ടോ. അപ്പോൾ ചിക്കന് ഫ്രൈ ചെയ്യാണ്ട്, അപ്പോൾ തലേന്ന് തന്നെ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി മസാലയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതും പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ ക്യാരറ്റ് ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം ഇതാ സവാള അരിഞ്ഞ് വെച്ചതുണ്ട് കേട്ടോ. അത് ചോറിലേക്കാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. എന്നിട്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കുന്നത് ഈ ഒരു എണ്ണയിലിട്ടിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരൊറ്റ യൂസിൽ എല്ലാ പരിപാടിയും കഴിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇതാ നല്ലൊരു ബ്രൗൺ കളറായപ്പോൾ നമ്മൾ ഉള്ളി ഇതാ കോരി മാറ്റുന്നുണ്ട്. നിങ്ങളുടെ പെരുന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെ എന്തായി എന്നുള്ളത് കമൻറ്റിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ എനിക്ക് അലർജി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് എൻ്റെ സൗണ്ട് ശരിയായി വരുന്നില്ല കേട്ടോ. അതാണ് എൻ്റെ സൗണ്ടിന് കുറച്ചൊരു വ്യത്യാസമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കേട്ടോ. അങ്ങനെ ഇതാ ഉള്ളി ഫ്രൈ ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നാളെ കൂട്ടി വെച്ച് ചിക്കന് കടായിക്കായതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഒന്ന് ഫ്രൈ ചെയ്താൽ എടുത്താൽ മതി കേട്ടോ. പിന്നെ ആണെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞ് പോയി കറണ്ട് പോയിട്ടോ. അങ്ങനെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടാണ് ബാക്കിയുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ചെറുതായിട്ടൊരു ചാറ്റൽ മഴ ഉണ്ട്, അതേപോലെ ഇടി കെട്ടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ പോയതാണ് കറണ്ട്. അങ്ങനെ എന്താ ഞാൻ ചിക്കന് ഓരോ ഭാഗം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഒരു എന്താ പറയുക പകുതി വേവായാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ കടായി ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് ബാക്കി വേവും കൂടി ആയിക്കോളും. അങ്ങനെ അത് പൊരിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതിന് കുറച്ച് ഓയിൽ മാറ്റി വെച്ചു കേട്ടോ. സെയിം പാത്രത്തിൽ തന്നെ നമ്മൾ കടായി ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളിയൊക്കെ ചേർത്തു, ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അത് ഉലുവൊക്കെ ചേർത്തിട്ട് മസാലയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ചിക്കനും ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ ഇതാ ഞാൻ ചോറിനുള്ള വെള്ളത്തിലേക്ക് കുറച്ച് നെയ്യും പട്ട, ഏലക്കായ്, ഗ്രാമ്പു അങ്ങനത്തെ ഐറ്റംസൊക്കെ ചേർത്ത് കുറച്ച് ഓയിലും ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നെയ്ച്ചോറ് വെക്കുമ്പോൾ അങ്ങനെയാണ്. കുറച്ച് ഏലക്കായ് എടുത്തിട്ട് നമ്മൾ കടായി ഉണ്ടാക്കുന്നതിലേക്ക് ഇട്ട് ആ ഒരു ഏലക്കായിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എന്താ അരി നന്നായിട്ട് അളന്നെടുത്തിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ, ഊറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ വെള്ളം ഒന്ന് നല്ലപോലെ കാഞ്ഞ് വന്നപ്പം അതിലേക്ക് ഇതാ നമ്മൾ അരി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളത്തിലേക്ക് നേരത്തെ തന്നെ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ, അത് പറയാൻ വിട്ടുപോയതാണ്. അങ്ങനത്തെ ഉപ്പൊക്കെ ചേർത്ത് പിന്നെ നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ് കേട്ടോ. അപ്പോൾ അരി എല്ലാം ഒന്ന് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ അത് അവിടെ നിന്ന് മൂടി വെച്ചാൽ അത് തിളച്ച് നല്ലപോലെ തന്നെ കുക്കായി കിട്ടെ. പിന്നെ ഞാൻ കടായിലേക്ക് ചിക്കനൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ചിക്കന് നമ്മൾ ഒരു പകുതി വേവായിട്ട് ചേർത്തിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് മസാല കൂട്ടും. അപ്പോഴേക്കും ഇതാ ഇഷും ചെറിയും കൂടി പള്ളിയിലേക്ക് പോകാൻ ഒരുങ്ങുന്നുണ്ട് കേട്ടോ. ഇവിടെ ആണെങ്കിൽ ചെറുതായിട്ട് മഴയുണ്ട്. ആ ഒരു സമയത്താണ് കേട്ടോ പള്ളിയിൽ നിസ്കാരം തുടങ്ങുക. അപ്പോൾ ഒരു 6 മണിയല്ല 6:45 ഒരു 7 മണി ആയപ്പോഴേക്കും അവർ പള്ളിയിലേക്ക് പോയിട്ടുണ്ട്. ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നേ. അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോഴേക്കും ഇതാ ബാക്കിയുള്ള പരിപാടി നോക്കാൻ വേണ്ടിയിട്ട് വേഗം വന്നു കേട്ടോ. അങ്ങനെ ഇതാ കടായിലേക്ക് ക്യാപ്സിക്കും അതുപോലെ തക്കാളി സോസൊക്കെ ലാസ്റ്റ് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ട് അങ്ങോട്ട് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇനി അവിടെ നിന്ന് ഒരു ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. അപ്പോഴേക്കും നമ്മൾ ചോറൊക്കെ വെന്തിടണോ എന്നുള്ളതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. ചോറാണെങ്കിൽ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് വേവും ചെയ്യും. വേറിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഓയിലും നെയ്യും കൂടി ഒരുമിച്ച് നെയ്ച്ചോറിൽ ചേർത്ത് കൊടുക്കുന്നത്. നെയ്ച്ചോറിൻ്റെ ആ വെള്ളത്തിൽ ചേർത്ത് കൊടുക്കുന്നത് ഉണ്ടാക്കുന്ന സമയത്ത്. അല്ലെങ്കിൽ നമുക്ക് നാരങ്ങ നീര് ഉറ്റിച്ചു കൊടുത്താലും മതി കേട്ടോ. അങ്ങനെ ഞാൻ അതെല്ലാം കൂടി ഒന്ന് റെഡിയാക്കി. ചോറും റെഡി ആയിട്ടുണ്ട്, കടായി സെറ്റായി കേട്ടോ. രാവിലത്തെ ചായ കുടിച്ചിട്ടില്ല കേട്ടോ. രാവിലെ അവർക്ക് കട്ടൻ ചായയും മുട്ടായപ്പും മതിയെന്ന് പറഞ്ഞപ്പോൾ അതാണ് റെഡിയാക്കിയത്. രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. ഞാനാണെങ്കിൽ വേഗം പാൽ ചായ ഉണ്ടാക്കിയിട്ട് ചായയും കുടിക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞു. ഞാനിതാ അകൊക്കെ ഒന്ന് അടിച്ചാരി എടുക്കുകയാണ്. ചെറുതായിട്ടൊരു ചാറ്റൽ മഴ ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചൊന്ന് ഫുള്ള് പെരുന്നാൾക്ക് മഴ ആയിരിക്കും എന്നാണ് കേട്ടോ. കാരണം രാവിലെ തന്നെ മഴ കണ്ടപ്പം പിന്നെ ഇതാ നേരെ വന്നിട്ട് സിറ്റ് ഔട്ടൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ചിടാൻ വേണ്ടിയിട്ട് നിന്നേ. ഇതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ മതി. അങ്ങനെ സിറ്റ് ഔട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചിട്ടു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ആകും അടുക്കളയും കാര്യങ്ങളൊക്കെ ഏകദേശം കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി പായസം വെക്കാനൂടെ ഉള്ളൂ കേട്ടോ. പിന്നെ പുഡിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ തലേന്ന് തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ആ ഒരു പരിപാടി ഇല്ല കേട്ടോ. എല്ലാ ഭാഗവും
ഭാഗം ഒന്ന് തുടച്ചടിച്ചാരിട്ടു കേട്ടോ, കിച്ചൺ മാത്രം ചെയ്തിട്ടില്ല. അപ്പോഴേക്കും ഞാൻ പായസം വെക്കാൻ വേണ്ടിയിട്ട് നിന്നേ. അങ്ങനെ ഇതാ പായസത്തിനുള്ള പാല് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ചോറുണ്ടല്ലോ, നെയ്ച്ചോറ്, അതിലേക്ക് ഇതാ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ക്യാരറ്റ്, പിന്നെ ഇതാ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള സവാള കൂടി ചേർത്ത് കൊടുത്തിട്ട് അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഞാൻ വിചാരിച്ചത് ഫ്രൈഡ് റൈസ് വെക്കാനാണ് കേട്ടോ. പിന്നെ ആരും വരൂലെന്ന് കേട്ടതുകൊണ്ട് തന്നെ ഇതാ ഞാൻ നെയ്ച്ചോറാക്കിയിട്ടുണ്ട്. അപ്പോൾ 1 കിലോന് അരി എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ പെരുന്നാളായതുകൊണ്ട് തന്നെ ചെറിയ അറിവിനും കാര്യങ്ങൾക്കൊക്കെ പോകുന്നതുകൊണ്ട് നമുക്ക് എങ്ങോട്ടും പോകാനും കഴിയില്ല കേട്ടോ. നമ്മൾ അയൽവാസികൾ അങ്ങനെ എല്ലായിടത്തും പോയി പോരാന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഈ പെരുന്നാൾക്കാണെങ്കിൽ ഞാൻ ഒരിക്കലും മറക്കാത്ത സംഭവങ്ങളാണ് കേട്ടോ നടന്നിട്ടുണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറണ്ട് ഞാൻ മോട്ടർ ഇടുന്ന സമയത്ത് കറണ്ട് പോവുകയും ചെയ്ത്. അപ്പോൾ അതെന്താ സംഭവം എനിക്കറിയില്ല. ഫീസ് പൊട്ടിയതാന്ന് വിചാരിച്ച് ഒരു പ്രാവശ്യം ചെറിയ നന്നാക്കി തന്നു കേട്ടോ. അടുത്ത പ്രാവശ്യം വീണ്ടും ഞാൻ മോട്ടർ ഇട്ടപ്പോൾ ഫീസും പോയി, ചെറിയാണെങ്കിൽ അറിവിനും പോയിട്ടുണ്ടായിരുന്നു. പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്ന പാടെ തന്നെ കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ വെള്ളവും തീർന്ന് ആകെ കറണ്ടും ഇല്ലാതെ കുടുങ്ങിയ ഒരു സമയമായിരുന്നു കേട്ടോ. പിന്നെ അപ്പുറത്തുനിന്ന് നമ്മൾ പൈപ്പൊക്കെ ഇട്ട് കുറച്ച് വെള്ളമൊക്കെ കൊണ്ട് പാരലും അങ്ങനെ ആയിട്ട് അങ്ങോട്ട് ഇന്നത്തെ പെരുന്നാൾ അങ്ങോട്ട് കൊളായിട്ടുണ്ട് കേട്ടോ. ഫുഡും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ റെഡിയാക്കിയതുകൊണ്ട് സമാധാനമായിട്ടുണ്ട്. അങ്ങനെ എന്താ പായസത്തിലേക്ക് ഞാൻ പാലടൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതായിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പായസവും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് തലേന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പുഡിങ് സെറ്റായിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മളൊരു 3 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. പക്ഷേ ഞാൻ ഒരു ഓവർനൈറ്റ് ആണല്ലോ വെച്ചിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെ നല്ലപോലെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. രാവിലെ ഒരു 7:45 എൻ്റെ പെരുന്നാക്കത്തേക്കുള്ള എല്ലാ ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നേ. കാരണം ചെറിയ അറിവിന് പോകാനുള്ളതുകൊണ്ട് തന്നെ ഫുഡൊക്കെ ഞാൻ നേരത്തെ ആക്കിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കഴിച്ചിട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ഇതാണ് കേട്ടോ ഞാൻ കുളിച്ച് കയറിയിട്ടിടാൻ മാത്രമേ ഇപ്രാവശ്യം പെരുന്നാൾക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതൊക്കെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ദാ എൻ്റെ കസിൻസും ആങ്ങളാരും ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ നെയ്നുക്ക് നമ്മൾ കുളിച്ചേറിയിട്ടിടാനുള്ള ഒരു ഉടുപ്പ് ഇതാണ് കേട്ടോ അടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അവർ വന്ന് ഉച്ചയത്തെ ചോറ് ഇതാ അവരും കൂടി കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പായസമൊക്കെ കൊടുത്തു, പുഡിങ്ങൊക്കെ കൊടുത്ത് അവരൊക്കെ കഴിച്ച് റാഹത്തായിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഞാൻ പായസം കുടിക്കാനോ പുഡിങ് തിന്നാനോ ഒന്നും എനിക്ക് നേരം കിട്ടിയില്ല സത്യം പറഞ്ഞാൽ. കാരണം വെള്ളത്തിൻ്റെ പുറകെ ആയിരുന്നു കേട്ടോ, കറണ്ടും ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ പുഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ രാത്രിയാണ് വീട്ടിൽ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇറച്ചിയും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പം അതൊക്കെ ഒന്ന് പാനാക്കി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇത് നമ്മൾ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിയതാണ് കേട്ടോ. നല്ല സുഖമാണ് ഇടാൻ. പാൻറ്റും അതുപോലെ ടോപ്പും ഒരുമിച്ച് വരുന്നതാണ്. ഇതിന് ഷാള് നമ്മൾ സെപ്പറേറ്റ് വേറെ വാങ്ങണം കേട്ടോ. പിന്നെ ഇതാ ഞാൻ തലേന്ന് രാത്രി 1 മണിക്കാണ് കേട്ടോ കയ്യിൽ മെഹന്തിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് മെഹന്തി ഇടാത്തതുകൊണ്ട് തന്നെ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. അങ്ങനെ എന്താ നമ്മൾ ഉച്ചയ്ക്ക് നെയ്ച്ചോറും കടായിയൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു. പിന്നെ രാത്രി എല്ലാ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. നേരമായിട്ടുണ്ട് കേട്ടോ. ഉമ്മ ഇങ്ങനെ വരുന്നില്ലേ ചോദിച്ചിട്ട് കേട്ടോ. ഏതായാലും നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ എല്ലാ പ്രാവശ്യവും സേമിയ പായസമാണ് വെക്കാറുള്ളത്. ഇവിടെ പെരുന്നാൾക്ക് മന്തിയായിരുന്നു കേട്ടോ. അതൊക്കെ റാഹത്തായി കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.